ഇന്നത്തെ വീഡിയോ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ബേസിക് ആയിട്ടല്ലേ വരുന്ന രണ്ട് ഓപ്പറേഷൻസ് പറഞ്ഞു, ഷിഫ്റ്റിങ്ങും റെഡ്യൂസിങ്ങും. ഇപ്പോൾ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രാമർ സിമ്പിൾസ് കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഗ്രാമർ സിമ്പിൾസ് സ്റ്റാക്കിലേക്ക് ഇടുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാക്ക് ടോപ്പിൽ വരുന്ന സിമ്പിൾ ഒരു ഹാൻഡിലാവുകയാണെങ്കിൽ അതിന് നമ്മൾ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മൾ റെഡ്യൂസിങ് എന്ന് പറയുന്നത്. ഹാൻഡിൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ പ്രോണിങ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഒരു സബ്സ്ട്രിങ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു, സച്ച് ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് സം പ്രൊഡക്ഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു സബ്സ്ട്രിങ് നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ റിഡക്ഷൻ പ്രോസസ്സിനാണ് നമ്മൾ ശരിക്കും ബേസിക്കലി ഹാൻഡിൽ പ്രൂണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാസിങ് നമുക്ക് ഈ ഹാൻഡിൽ പ്രൂണിംഗ് ഉപയോഗിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫസ്റ്റ് ലൊക്കേറ്റ് ദ സബ്സ്ട്രിങ് ടു ബി റെഡ്യൂസ്ഡ് ഇൻ എ റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോം. അപ്പോൾ ഏത് സബ്സ്ട്രിങ്ങിനാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് മാച്ച് ആവുന്ന ഏത് സബ്സ്ട്രിങ് ആണെന്നുള്ളതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഏത് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മളതിനെ റെഡ്യൂസ് ചെയ്യണം. So determine what production to choose in case there is more than one production with that substring on the right side. ഇപ്പോൾ നമുക്കൊരു സബ്സ്ട്രിങ് നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ്ങിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് പക്ഷേ ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡുമായിട്ട് മാച്ച് ഉണ്ടെങ്കിൽ അതിൽ ഏത് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷനാണ് നെക്സ്റ്റ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോമിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ട സബ്സ്ട്രിങ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ ആ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ട ഏത് പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് അതിനെ റെഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് ചോയ്സ്. അപ്പോൾ ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് പാസറിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഗ്രാമർ സിമ്പിൾസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻപുട്ട് ബഫർ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് പാഴ്സ് ചെയ്യേണ്ട ഇൻപുട്ട് സ്ട്രിങ്ങിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് W അതിനെ നമ്മളുടെ പാഴ്സ് ചെയ്യാനുള്ള സ്ട്രിങ്ങിനെ ആ ഇൻപുട്ട് ബഫറിനുള്ളിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ പ്രൊഡക്റ്റീവ് പാസിംഗ് പറഞ്ഞപ്പോഴും പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റാക്കിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഇൻപുട്ടിൻ്റെ റൈറ്റ് എൻഡ് അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ എൻഡ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യാം. So initially the stack is empty and the string W is in the input. അപ്പോൾ ഇത് സ്റ്റാക്ക് എംറ്റി ആണ്. ഇൻപുട്ട് ബഫറിൽ W എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ് ചെയ്യേണ്ട ഇൻപുട്ട് സ്ട്രിങ് ഉണ്ട്. ഞാൻ അതിൻ്റെ എൻഡ് ഓഫ് മാർക്കറായിട്ട് ഡോളർ സിമ്പിൾ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാഴ്സിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെ പാഴ്സർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ പാഴ്സർ ഓപ്പറേറ്റ്സ് ബൈ ഷിഫ്റ്റിംഗ് 0 or more input symbols onto the stack until a handle beta is on the top of the stack. അപ്പോൾ പാഴ്സറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾസിനെ നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ കണ്ട സിമ്പിൾസിനെ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു, ഓരോന്ന് വീതം പുഷ് ചെയ്യുന്നു. ഇനി പുഷ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വരെയാണ് ചെയ്യേണ്ടത്? അൺടിൽ എ ഹാൻഡിൽ ബീറ്റ ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇപ്പോൾ ഒരു സിമ്പിൾ പുഷ് ചെയ്ത് കഴിഞ്ഞപ്പം അത് തന്നെ ഒരു ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാം? അതിന് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്ന് നമ്മൾ പുഷ് ചെയ്തു, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഹാൻഡിൽ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീണ്ടും അടുത്ത സിമ്പിൾ പുഷ് ചെയ്യാം. അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അൺടിൽ എ ഹാൻഡിൽ ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇനി സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നമുക്കൊരു ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? പാഴ്സർ ദെൻ റെഡ്യൂസസ് ബീറ്റ ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി അപ്രോപ്രിയേറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ പാഴ്സറിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡ് ഏതിനെയാണോ ഐഡൻറ്റിഫൈ ചെയ്തത് അതിനെ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അൺടിൽ ഒന്നുകിൽ ഒരു എറർ സിറ്റുവേഷനിൽ എത്തണം, അല്ലെങ്കിൽ നമ്മൾ പാഴ്സിങ് മുഴുവൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ. ദാറ്റ് ഈസ് സ്റ്റാക്കിൽ സ്റ്റാർട്ട് സിമ്പിൾ മാത്രമുള്ള സിറ്റുവേഷൻ വരും. അതുപോലെ ഇൻപുട്ട് ബഫറിൽ ഡോളർ സിമ്പിളും. അത് ബാക്കി ഇൻപുട്ട് സ്ട്രിങ് മുഴുവൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാഴ്സ് ചെയ്ത് നമ്മൾ എവിടെ എത്തണം? സ്റ്റാർട്ട് സിമ്പിളിലേക്ക് എത്തണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പാഴ്സർ ഹോൾഡ്സ് ആൻഡ് അനൗൺസസ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാഴ്സിങ്. അപ്പോൾ മെയിനായിട്ട് വരുന്ന സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഹാൻഡിൽ നമ്മൾ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ റിഡക്ഷൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് നമ്മൾ എവിടെ എത്തണം? സ്റ്റാർട്ട് സിമ്പിളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ സ്റ്റാക്കും ഇൻപുട്ട് ബഫറും എത്തുകയാണെങ്കിൽ പാഴ്സിങ് ഹോൾട്ട് ചെയ്തിട്ട് അനൗൺസസ് സക്സസ്ഫുൾ കംപ്ലീഷൻ. ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിൽ നമുക്ക് മെയിനായിട്ട് 2 ആക്ഷൻസാണ് പറയുന്നതെങ്കിലും 4 ആക്ഷൻസ് നമുക്ക് പോസിബിളാണ്. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു ഷിഫ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ നമ്മൾ സ്റ്റാക്ക് ടോപ്പിലേക്ക് പുഷ് ചെയ്യുന്നു. സെക്കൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പാഴ്സർ നമ്മൾ റൈറ്റ് ഹാൻഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ പാഴ്സറിന് ഹാൻഡിലിൻ്റെ റൈറ്റ് ഹാൻഡ് നമുക്കറിയാം, അത് സ്റ്റാക്ക് ടോപ്പിലുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കുക, അതിന് കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് അതിനെ റെഡ്യൂസ് ചെയ്യുക. ഇനി തേർഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പാഴ്സർ അക്സെപ്റ്റ് ആക്ഷൻ. ദ പാഴ്സർ അനൗൺസ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാഴ്സിങ്. അപ്പോൾ തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ പാഴ്സിങ് കഴിഞ്ഞു, നമ്മളുടെ
അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എന്താണോ നമ്മൾ അക്സെപ്റ്റബിൾ സ്റ്റേറ്റ് ആയിട്ട് കരുതുന്നത്, നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പാഴ്സർ അനൗൺസ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാഴ്സിംഗ്. ലാസ്റ്റ് കേസ് ഫോർ എറർ ആക്ഷൻ, അപ്പോൾ സിൻടാക്സ് എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എറർ റിക്കവറി റുട്ടീൻസിനകത്ത് കോൾ ചെയ്യും. അപ്പോൾ ഈ 4 ആക്ഷൻസ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിൽ നമുക്ക് പോസിബിൾ ആണ്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഷിഫ്റ്റും റെഡ്യൂസും ഓപ്പറേഷൻസാണ്. ഷിഫ്റ്റ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് നമ്മൾ സിമ്പിൾസിനെ പുഷ് ചെയ്യുന്നു. റെഡ്യൂസ് ആണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന ഹാൻഡിലിനെ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വി വിൽ സി ആൻ എക്സാമ്പിൾ. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് ID1 + ID2 * ID3. അപ്പോൾ അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഡോളർ സിമ്പിൾ ആഡ് ചെയ്തു. സ്റ്റാക്കിൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, ഡോളർ മാർക്ക് നമ്മൾ ബോട്ടം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഷിഫ്റ്റിംഗ് ആയിരിക്കും. സ്റ്റാക്കിലേക്ക് ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് സിമ്പിൾ കണ്ടത് ID1 ആണ്. അതിനെ ആദ്യം ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ സ്റ്റാക്കിലേക്ക് ID1 എത്തി. അപ്പോൾ റിമൈനിങ് ഇൻപുട്ട് സിമ്പിൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ഒരു ഹാൻഡിലാണോ അല്ലയോ എന്നാണ്. അപ്പോൾ ID1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം giving ID എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ID എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഹാൻഡിൽ. അപ്പോൾ ഇത് നമുക്ക് എന്ത് വെച്ച് റെഡ്യൂസ് ചെയ്യാം, ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അതാണ് എഴുതിയിരിക്കുന്നത്, റെഡ്യൂസ് ബൈ giving ID. അപ്പോൾ ഈ ID1നെ റെഡ്യൂസ് ചെയ്ത് എന്താക്കി മാറ്റി, ആക്കി മാറ്റി. ഇൻപുട്ട് സ്ട്രിങ്ങിൽ ചേഞ്ച് ഒന്നുമില്ല. നെക്സ്റ്റ് കാണുന്നത് പ്ലസ് ആണ്. അപ്പോൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു റിഡക്ഷൻ കഴിഞ്ഞു. റിഡക്ഷൻ കഴിയുമ്പോൾ നോർമലി 1 or more ഷിഫ്റ്റ് ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് റിഡക്ഷൻ വരിക. അപ്പോൾ എന്ന് പറയുന്നൊരു ഹാൻഡിലും അല്ല. അപ്പോൾ നെക്സ്റ്റ് കാണുന്ന പ്ലസ് എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പലിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് ID2 + ID2 × ID3 ഡോളർ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ കാണുന്നത്, ID2 ആണ്. ഇതിനെയും നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ പ്ലസ് എന്ന് പറയുന്ന ഹാൻഡിലൊന്നും അല്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ID2 കൂടി നമ്മൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ പ്ലസ് ID2 ആയി സ്റ്റാക്കിൽ. ഇവിടെ *ID3. നെക്സ്റ്റ് നമ്മൾ സ്റ്റാക്ക് ടോപ്പ് നോക്കുകയാണെങ്കിൽ ID2 ആണ് സ്റ്റാക്ക് ടോപ്പ്. നമുക്കറിയാം നേരത്തെ പോലെ തന്നെ giving ID ഉപയോഗിച്ച് നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ID2നെ നമുക്ക് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. സോ റെഡ്യൂസ് ബൈ giving ID. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ഇനി നെക്സ്റ്റ് നമുക്ക് കാണുന്നത് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ്. അപ്പോൾ ഈ സ്റ്റാറിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ +E ഇവിടെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ സ്റ്റാർ നമ്മൾ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഈ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇഷ്യൂ വരും, നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ +E സ്റ്റാക്കിലുണ്ട്. നമ്മൾ നെക്സ്റ്റ് കാണുന്ന ഇൻപുട്ട് സിമ്പിൾ സ്റ്റാർ ആണ്. അപ്പോൾ സ്റ്റാർ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷനേക്കാളും പ്രിസിഡൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് കാണുന്ന ഇൻപുട്ട് സിമ്പിൾ ID3 ആണ്. അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, സ്റ്റാക്ക് ടോപ്പിൽ ID3 ഉണ്ട്. ID3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ഹാൻഡിൽ. അപ്പോൾ അതിനെ നമ്മൾ അഗെയിൻ giving ID ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതും ആയിട്ട് മാറി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാക്ക് ടോപ്പ് നമുക്ക് എന്താ നടക്കുന്നത്, സ്റ്റാർ മുകളിൽ കിടപ്പുണ്ട്. സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഓൾസോ എ ഹാൻഡിൽ. സ്റ്റാറിയെ നമുക്ക് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. സോ റെഡ്യൂസ് ബൈ giving സ്റ്റാർ. അപ്പോൾ സ്റ്റാറിയെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ആക്കി മാറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണുന്നത് സ്റ്റാക്കിൽ +E ആണ്. അത് നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾസോ എ ഹാൻഡിൽ. അതിനെ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് ഈസ് ഉപയോഗിച്ച് തന്നെ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ റെഡ്യൂസ് ബൈ giving +E. അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് സ്റ്റേറ്റിലേക്ക് എത്തി. അല്ലെ S എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെത്തി. ഇൻപുട്ട് ബഫറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ N മാർക്കർ മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് അക്സെപ്റ്റ് സ്റ്റേറ്റിലേക്ക് എത്തിയില്ല, അക്സെപ്റ്റ് ആക്ഷൻ ഇവിടെ നടന്നു, പാഴ്സിങ് സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് നമ്മൾ റിഡക്ഷന് വേണ്ടി ഉപയോഗിച്ച പ്രൊഡക്ഷൻസ് നമുക്കിവിടെ കാണാം. ഫസ്റ്റ് നമ്മൾ ID വെച്ച് റെഡ്യൂസ് giving ID, ദെൻ giving ID, അഗെയിൻ giving ID, പിന്നെ സ്റ്റാർ ദെൻ +E. അപ്പോൾ ഇത് നേരെ തിരിച്ച് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ നമുക്ക് കിട്ടും. അതാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഉപയോഗിക്കുക +E. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്ന് നോക്കിയാൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആയിട്ട് റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനലാണ് എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നെക്സ്റ്റ് സ്റ്റാർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തു. നെക്സ്റ്റ് റൈറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായി ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ID. അപ്പോൾ giving ID. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെത്തി. നെക്സ്റ്റ് അടുത്ത ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് giving ID. നെക്സ്റ്റ് അടുത്ത ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് giving ID. അതാണ് ഈ 3 giving IDs. അപ്പോൾ നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻസിൻ്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മളിവിടെ പാഴ്സിങ് ചെയ്യുമ്പോഴത്തേക്കും ഉപയോഗിക്കാം. ഇനി ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും നമുക്കിവിടെ കാണാം ഹാൻഡിൽസ് ID1, ID2, ID3, സ്റ്റാർ ആൻഡ് +E. അത് തന്നെയാണ് ഇവിടെ ഓരോന്നിലും വന്നത്. ഇവിടെ ID1, നെക്സ്റ്റ് ഹാൻഡിൽ ID2, നെക്സ്റ്റ് ഹാൻഡിൽ ID3, പിന്നെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർ, അടുത്ത ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ +E. അപ്പോൾ ഈ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാഴ്സിങ് ഓപ്പറേഷൻസ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിൻ്റെ ഓപ്പറേഷൻസും അല്ല ആക്ഷൻസും ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളൊരു പാഴ്സർ റിഡക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ 0 or more സിമ്പിൾസ് അത് സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പുഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് ഹാൻഡിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നേരെ ഇപ്പോൾ ഒരു ഹാൻഡിൽ കിട്ടി, നെക്സ്റ്റ് വീണ്ടും പോയിട്ട് അടുത്ത ഹാൻഡിൽ എടുക്കുക, അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ കണ്ടിന്യൂ ചെയ്ത് ഹാൻഡിൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് പോകണമെന്നില്ല. അത് ഈ ഒരു ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ
ഈ ഹാൻഡിൽ പ്രൂണിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോൺഫ്ലിക്ട്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ്. ഇനിയിപ്പോൾ എല്ലാ കോണ്ടെക്സ്റ്റ് പ്രോഗ്രാമേഴ്സിലും നമുക്ക് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ് ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല. ഇനി ചില സിറ്റുവേഷനിൽ ചില പെർട്ടിക്കുലർ കോൺഫിഗറേഷനിൽ, അതായത് പാഴ്സറിൽ ഇപ്പോൾ സ്റ്റാക്കിലെ കണ്ടൻസ് എന്താണെന്ന് അറിയാം, അതുപോലെ നെക്സ്റ്റ് ഇൻപുട്ട് ബഫറിൽ വരുന്ന കണ്ടന്റ് എന്താണെന്നും അറിയാം. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം. അപ്പോൾ അങ്ങനെയുള്ള 2 സിനാരിയോസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കനോട്ട് ഡിസൈഡ് വെദർ ടു ഷിഫ്റ്റ് ഓർ ടു റെഡ്യൂസ്. അതിന് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ എന്ന് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ രണ്ടും ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഒരു സിനാരിയോയാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കനോട്ട് ഡിസൈഡ് വിച്ച് ഓഫ് സെവറൽ റിഡക്ഷൻസ് ടു മേക്ക്. നമ്മൾ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അപ്പോൾ ഒന്നിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലെത്തി ആ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് മാച്ച് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് നമ്മൾ റിഡക്ഷൻ നടത്തണം എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിൽ മെയിനായിട്ട് 2 കോൺഫ്ലിക്ട്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്ട്സ് ആൻഡ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. 1, ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്, അതായത് ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ എന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അതിനാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ള ഗ്രാമറാണ് കാണിച്ചിട്ടുള്ളത്. E ഗിവിങ് E+C ഓർ E*E ഓർ ID. അപ്പോൾ ഈക്ക് 3 ഓൾട്ടർനേറ്റീവ്സ്. നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ് ID + ID*, ID. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാഴ്സിങ്ങിൻ്റെ അതേ എക്സാമ്പിളാണ് ഈ ടോപ്പിൽ കാണുന്നത് റൈറ്റ് സൈഡിലായിട്ട്. ഇനി ഇതിൽ നമുക്ക് ഈ 6th സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാക്കിൽ എന്തുണ്ട്, ഡോളർ സിമ്പലും ഫോളോഡ് ബൈ E+C ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ബഫറിൽ കാണുന്നത് *ID3. നമ്മളവിടെ ഫോളോ ചെയ്ത് പോയത് നമ്മളവിടെ നേരം ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ ഈ സ്റ്റാക്ക് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് എന്താണ്, E+E ആണ്. സോ E+E എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഗ്രാമറിൽ E ഗിവിങ് E+C ഉണ്ട്. സോ അതിനെ നമുക്കൊരു ഹാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ E+Eയെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ സ്റ്റാറിനെ നമുക്ക് സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നുകിൽ നമുക്ക് ഷിഫ്റ്റിംഗ് ഉപയോഗിക്കാം അല്ലെങ്കിൽ റെഡ്യൂസ് ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേത് വേണം എന്നൊരു ഡിസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഷിഫ്റ്റിംഗ് ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് 2 കേസുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ആ 6th സ്റ്റെപ്പ് മുതൽ ബാക്കി അങ്ങോട്ടേക്ക് യൂസിങ് 2 ഓപ്ഷൻസ്. അപ്പോൾ 6th സ്റ്റെപ്പിൽ എന്തായിരുന്നു, സ്റ്റാക്കിലുണ്ടായിരുന്ന E+C. അപ്പോൾ ഇവിടെ E+Cയിൽ ഇവിടെ E+C തുടങ്ങി. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ബഫറിലുള്ളത് *ID $. അതാണ് *ID $, ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് നമ്മുടെ റെഡ്യൂസ് ഓപ്ഷനാണ്. അപ്പോൾ സ്റ്റാക്കിൽ ഇപ്പോൾ E+C ഉണ്ട്, ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹാൻഡിൽ. E+C എന്ന് പറഞ്ഞ ഒരു ഹാൻഡിലാണ്. E+C നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് E ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യും. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് E ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് ഈ ഹാൻഡിലൊന്നും അല്ല, നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഷിഫ്റ്റിങ്ങേ പറ്റും. അപ്പോൾ ഈ സ്റ്റാറിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെത്തി. നെക്സ്റ്റ് കാണുന്നത് ID ആണ്. IDയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ അഗെയിൻ ഇറ്റ് ഈസ് ഓൾസോ പുഷ് ടു സ്റ്റാക്ക്. അപ്പോൾ അതും ID സ്റ്റാക്കിലെത്തി. സോ ഈ *ID ആയി. ഇനി സ്റ്റാക്ക് ടോപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പിൽ ID ആണ് കിടക്കുന്നത്. ID നമുക്കറിയാം E ഗിവിങ് ID എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ID ഈസ് എ ഹാൻഡിൽ. അപ്പോൾ അതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് E ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ IDനെ E ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റാക്ക് ടോപ്പിൽ കാണുന്നത് E ഗിവിങ് E*E എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ E* എന്ന് പറഞ്ഞതിനെ E ഉപയോഗിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സോ റെഡ്യൂസ് യൂസിങ് ദിസ് പ്രൊഡക്ഷൻ. ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് E ആയിട്ട് മാറി. അപ്പോൾ നമ്മളുടെ സ്റ്റാക്കിൽ ഡോളർ സിമ്പൽ ഫോളോഡ് ബൈ സ്റ്റാർട്ട്, പിന്നെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നമ്മുടെ ഡോളർ സിമ്പൽ മാത്രം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞത്, നമ്മളെ പാഴ്സിങ് സക്സസ്ഫുൾ ആയി, ഇറ്റ് അനൗൺസ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാഴ്സിങ്, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ആക്ഷൻ, പാഴ്സിങ് സക്സസ്ഫുൾ ആയി എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന നമ്മൾ റെഡ്യൂസ് ഓപ്ഷൻ ചൂസ് ചെയ്ത് പോയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റിഡക്ഷന് പകരം ഷിഫ്റ്റിംഗ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത പ്രോസസ്സ്. ഇനി നമ്മൾ നേരത്തെ സ്റ്റാക്കിലെ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും. E+C സ്റ്റാക്ക് ടോപ്പിലുണ്ട്, ഇൻപുട്ട് ബഫറിൽ *ID $. സിമ്പിൾ. ദെൻ നമുക്കിവിടെ നെക്സ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമ്മൾ റെഡ്യൂസ് ഓപ്ഷനാണ് ഫസ്റ്റ് ഇവിടെ ചൂസ് ചെയ്തത്. നമുക്ക് ഷിഫ്റ്റിംഗ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റാർ നമ്മൾ എങ്ങോട്ടേക്ക് ഇടും, സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് കാണുന്നത് ID ആണ്, അതും സ്റ്റാക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണുമ്പോൾ ID ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്, അതൊരു ഹാൻഡിലാണ്. അപ്പോൾ E ഗിവിങ് ID പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതാണ് റെഡ്യൂസ് യൂസിങ് ദിസ് പ്രൊഡക്ഷൻ. റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ID എന്തായിട്ട് മാറി, E ആയിട്ട് മാറി. ഈ നെക്സ്റ്റ് സ്റ്റാക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ E*E ആണ്. സോ E ഗിവിങ് E* നമ്മുടെ കയ്യിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് E വെച്ച് അതിനെ റെഡ്യൂസ് ചെയ്യാം. സോ E* E ആയിട്ട് മാറി. ഈ നെക്സ്റ്റ് E+C ആണ് സ്റ്റാക്കിലുള്ളത്. സോ E ഗിവിങ് E+C എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമുക്ക് ഫസ്റ്റ് ഉള്ളത്. ഇനി അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് E+Cക്ക് കറസ്പോണ്ടിങ് ആയിട്ട് E എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് അതിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ
നമ്മൾ പഴയ സിറ്റുവേഷനിൽ തന്നെ എത്തി. ഡോളർ സിമ്പിൾ ഫോളോഡ് ബൈ സ്റ്റാർട്ട് സിമ്പിൾ. ഇൻപുട്ട് സ്ട്രിങ്ങിലാണെങ്കിൽ ഡോളർ സിമ്പിൾ മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെനാറിയോയിൽ ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ എന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എത്തുക. അതിനാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ റിഡക്ഷൻസ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണം എന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതിനാണ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാമർ. എം ഗിവിങ് ആർ പ്ലസ് ആർ ഓർ ആർ പ്ലസ് സി, രണ്ട് ഓൾട്ടർനേറ്റീവ്സ് എമ്മിന്. ഇനി ആർ ഗിവിങ് സി. നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ് സി പ്ലസ് സി. നമ്മൾ ഫസ്റ്റ് ഒരു ഓപ്ഷൻ ഇവിടെ ട്രൈ ചെയ്യാണ്. ഡോളർ സിമ്പിൾ ഇവിടെ ഉണ്ട് സ്റ്റാക്കിൽ. നമ്മൾ ഇൻപുട്ട് പ്രോസസ് ചെയ്യേണ്ട സ്ട്രിങ് ആണ് സി പ്ലസ് സി ഫോളോഡ് ബൈ ഡോളർ. അപ്പോൾ നോർമലി നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ സിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. സ്റ്റാക്കിൽ സി എത്തി, ഇവിടെ പ്ലസ് സി ഡോളർ ഉണ്ട്. ഇനി ഈ സി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പ്രൊഡക്ഷൻ ഇവിടെ കാണാം. ദിസ് ഈസ് എ ഹാൻഡിൽ. അത് നമുക്ക് എന്ത് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം? ആർ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. സോ റെഡ്യൂസ് യൂസിങ് ദിസ് പ്രൊഡക്ഷൻ. അപ്പോൾ സിയെ നമ്മൾ ആർ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് കാണുന്ന ആർ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർ ഇസ് നോട്ട് എ ഹാൻഡിൽ. അപ്പോൾ ആർ നമുക്കിവിടെ പ്രോസസ്സ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഒരു റെഡ്യൂസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇനി നോർമലി 1 or 2 ഷിഫ്റ്റേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത റിഡക്ഷനിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാക്കിൽ കാണുന്ന പ്ലസ് ആണ്, അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി അടുത്ത കാണുന്ന സി ആണ്, അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആർ പ്ലസ് സി ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ഒന്നുകിൽ നമ്മൾ ഈ ആർ പ്ലസ് സീനെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ഈ എം ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഈ സി എന്ന് പറഞ്ഞ സ്റ്റാക്ക് ടോപ്പിനെ മാത്രം എടുത്ത് അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും പ്രൊസീഡ് ചെയ്യാം. അതാണ് രണ്ട് റിഡക്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെനേറിയോ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനാണ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ ആർ പ്ലസ് സിയുടെ സിറ്റുവേഷൻ വരെ രണ്ട് സൈഡിലും ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെയാണ് പോയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആർ പ്ലസ് സി കിട്ടി, ഇവിടെ നമുക്ക് ആർ പ്ലസ് സി കിട്ടി. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓപ്ഷനിൽ എന്താ ചെയ്തേക്കെന്ന് നോക്കി, ഈ സിനെ റെഡ്യൂസ് ചെയ്ത് ആറാക്കി മാറ്റി. അതാണ് ഇവിടെ ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്ഷൻ ആർ ഗിവിങ് സി ഉപയോഗിച്ച് ഈ സി എന്ന് പറയുന്ന ഹാൻഡിലിനെ ആറാക്കി റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ആർ പ്ലസ് സി എന്തായിട്ട് മാറി? സി റെഡ്യൂസ് ചെയ്ത് ആറാക്കിയപ്പം അത് ആർ പ്ലസ് ആറായിട്ട് മാറി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയാൽ ആർ പ്ലസ് ആർ ആണ് സ്റ്റാക്ക് ടോപ്പിലുള്ളത്. അപ്പോൾ ആർ പ്ലസ് ആർ ഇവിടെയുണ്ട്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് എം ഉപയോഗിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സോ റെഡ്യൂസ് യൂസിങ് എം ഗിവിങ് ആർ പ്ലസ് ആർ. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡോളർ എം അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ കിട്ടി. ഇൻപുട്ട് ബഫറിൽ ഡോളർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ആർ പ്ലസ് സിയുടെ സിറ്റുവേഷൻ വന്നപ്പോൾ സീനെ ആറാക്കി റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ എടുത്തിട്ടില്ല. ഇനി നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കി, ഇവിടെ ആർ പ്ലസ് ഇതേ സെനേറിയോ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു റിഡക്ഷനും ചെയ്യാം, ഈ ഒരു റിഡക്ഷനും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആർ ഗിവിങ് സി ഉപയോഗിച്ച് നമ്മൾ റിഡക്ഷൻ നടത്തി. സെക്കൻഡ് കേസിലാണെങ്കിൽ എം ഗിവിങ് ആർ പ്ലസ് സി ഉപയോഗിച്ച് നമ്മൾ റിഡക്ഷൻ നടത്തി. അപ്പോൾ ഇവിടെ ആർ പ്ലസ് സി സ്റ്റാക്കിൽ കാണുമ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ നമ്മൾ സീനെ ആറാക്കി റെഡ്യൂസ് ചെയ്തു. സെക്കൻഡ് കേസിലാണെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി ആർ പ്ലസ് സി എന്നുള്ള ഓൾട്ടർനേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ ഡയറക്റ്റ്ലി എം ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്തു. സോ ആർ പ്ലസ് സീനെ നമ്മൾ എം ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോഴും നമ്മൾ ആക്സെപ്റ്റൻസ് സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഇനിയിപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾ രണ്ട് നമ്മൾ മെയിനായിട്ട് ഉണ്ടാകുന്ന സിനാറിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമറിൻ്റെ ആംബിഗ്യൂറ്റിയാണ്. അപ്പോൾ ആംബിഗ്യസ് ഗ്രാമർ ആകുമ്പോഴാണ് ശരിക്കും ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഗ്രാമേഴ്സ്, നേരത്തെ പറഞ്ഞ ഈ ഗ്രാമറും അതെ ഈ ഗ്രാമറും അതെ, രണ്ടും ആംബിഗ്യസ് ഗ്രാമേഴ്സാണ്. ഇനി നെക്സ്റ്റ് പറയുന്നൊരു ടേം വയബിൾ പ്രിഫിക്സ് എന്ന് പറയും. നമ്മളുടെ ഷിഫ്റ്റ് റെഡ്യൂസ് പാർസിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നൊരു ടേമാണ്. അപ്പോൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മുമ്പിൽ ഉണ്ടാവുന്ന ഒരു സബ്സ്ട്രിങ് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രിഫിക്സസ് ഓഫ് റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോംസ് that can appear on stack of a shift reduce parser. അപ്പോൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാർസിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിലേക്ക് ഗ്രാമർ സിമ്പിൾസ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അതിലുള്ള റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോംസിന് വരാൻ പറ്റുന്ന സെറ്റ് ഓഫ് പ്രിഫിക്സസ്, എന്തെല്ലാം പ്രിഫിക്സുകൾ ഓരോന്നിലും വരാം, ഓരോ റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോമിൽ, അതിൻ്റെ കളക്ഷൻ അല്ല അതിൻ്റെ സെറ്റ്, അതിനാണ് നമ്മൾ വയബിൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതിന് തന്നെ ഒരു ഓൾട്ടർനേറ്റ് ഡെഫിനേഷനാണ് താഴെ കാണുന്നത്. എ പ്രിഫിക്സ് ഓഫ് എ റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോം that does not continue past the right end of the rightmost handle of that sentential form. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോമിൻ്റെ പ്രിഫിക്സ് തന്നെയാണ്, പക്ഷേ നമ്മൾ സ്റ്റാക്ക് ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിലെ റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോമിനുള്ളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഹാൻഡിലിനെ കടന്ന് പോവാണ്ട്, അല്ല റൈറ്റ് മോസ്റ്റ് ഹാൻഡിൽ ഏതാണോ അതിനെ കടന്ന് പോകാണ്ട്, അല്ല അതിന് മുമ്പ് അതിന് ലെഫ്റ്റിലേക്ക് വരുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ പ്രിഫിക്സുകളായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെ വയബിൾ പ്രിഫിക്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ്
The prefix of a right sentential form that does not continue past the right end of the rightmost handle. അപ്പോൾ റൈറ്റ്മോസ്റ്റ് ഹാൻഡിൽ ഏതാണോ അതിനെ കടന്നു പോകരുത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പോട്ടേക്ക് അല്ല അതിന് പുറകോട്ടേക്ക് അല്ല അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള സിമ്പിൾസിനാണ് നമ്മൾ വയബിൾ പ്രിഫിക്സുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഗ്രാമർ എസ് ഗിവിങ് എക്സ് എക്സ്, എക്സ് ഗിവിങ് എ എക്സ് ഓർ ബി. നമുക്ക് എ ബി ബി എന്ന് പറഞ്ഞ ഇൻപുട്ട് സ്ട്രിങ്ങിനാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളതിൻ്റെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് നമുക്ക് ഈ ഹാൻഡിൽസിൻ്റെ കോളം നോക്കിയാൽ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ നോക്കിയാൽ ഇറ്റ് വിൽ ബി ദ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. എസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എസ്സിന് ആകെ ഒറ്റ ഓൾട്ടർനേറ്റീവ് ഉള്ളൂ എക്സ് എക്സ്. ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ എടുത്തു. നെക്സ്റ്റ് റൈറ്റ് മോസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എക്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് റീപ്ലേസ്മെൻറ്റ് കൊടുത്തു? എക്സ് ഗിവിങ് ബി ഉണ്ട്, അതുകൊണ്ട് ആ എക്സിനെ നമ്മൾ ബി ആക്കി മാറ്റി. ഈ നെക്സ്റ്റ് റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു, എക്സ് ഗിവിങ് എ എക്സ് വെച്ച് ഈ എക്സിനെ എ എക്സ് എന്ന് പറഞ്ഞ് റിപ്ലേസ് ചെയ്തു. അപ്പോൾ എ എക്സ് ബി കിട്ടി. ഈ നെക്സ്റ്റ് റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന് വീണ്ടും എ എക്സ് തന്നെ കൊടുത്ത് ഒന്നും കൂടി റീപ്ലേസ് ചെയ്ത. അപ്പോൾ എ വന്നു, എക്സിന് പകരം എഗെയിൻ എ എക്സ്, നെക്സ്റ്റ് ബി. ഇനി അടുത്ത നോൺ ടെർമിനൽ റൈറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗെയിൻ എക്സ് തന്നെയാണ്. ഇതിന് നമ്മൾ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ബി കൊടുത്തു. അപ്പോൾ നമുക്ക് എ എ ബി ബി കിട്ടി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അത് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ നോക്കുകയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും ബോട്ടം അപ്പ് പാഴ്സിങ്ങിൽ ചെയ്യുന്നത്. ഈ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ഹാൻഡിൽസ് ആണ്. അപ്പോൾ ഓരോ ഹാൻഡിലും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ബി ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ നമുക്ക് എക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ എക്സ് എന്ന് പറഞ്ഞ ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. ഇനി അടുത്ത എ എക്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ടേക്ക് പോവാം. ഓരോരോ സ്റ്റെപ്പുകൾ വേണ്ടി റിപ്ലേസ് ചെയ്ത് പോവാം. അപ്പോൾ ഈ സ്ട്രിങ്സ് നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ഈ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിലുള്ള ഓരോ സെൻറ്റൻഷ്യൽ ഫോംസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ എന്താണ്? The prefix of a right sentential form that does not continue past the right end of the rightmost handle. അപ്പോൾ ഇവിടുത്തെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ഈ കേസിൽ എന്താണ്? ബി ആണ്. അപ്പോൾ ഇതിനെ കടന്നു പോകാത്ത പ്രിഫിക്സ് അല്ലെങ്കിൽ ഇതിന് മുമ്പേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് വരാൻ പറ്റുന്ന പ്രിഫിക്സുകൾ ഏതൊക്കെയാണെന്ന് ഒന്നുകിൽ എ വരാം, അല്ലെങ്കിൽ എ വരാം, അല്ലെങ്കിൽ എ ബി വരാം. മാക്സിമം ബി കടന്നു പോകരുത്. സെക്കൻഡ് കേസിലാണെങ്കിൽ എ വരാം, എ വരാം, എ എക്സ് വരാം. ഈ കേസിലാണെങ്കിൽ എ വരാം, എ എക്സ് വരാം. ഈ കേസിലാണെങ്കിൽ എക്സ് വരാം, എക്സ് ബി വരാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എക്സ് വരാം, എക്സ് എക്സ് വരാം. നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ഡെഫിനേഷൻ പറഞ്ഞായിരുന്നു. എഗെയിൻ ദിസ് പ്രീ പ്രിഫിക്സ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ സെറ്റ് ഓഫ് പ്രിഫിക്സ് ഓഫ് റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോംസ് ദാറ്റ് ക്യാൻ അപ്പിയർ ഓൺ ദ സ്റ്റാക്ക് ഓഫ് എ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ ടേബിളിലെ സ്റ്റാക്കിൽ നിന്നും നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം? നമുക്ക് വയബിൾ പ്രിഫിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ് ആണ് എ ബി ബി. ഡോളർ സിമ്പിൾ നമ്മൾ ആഡ് ചെയ്തു. സ്റ്റാക്കിൽ ഡോളർ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? ഈ എനെ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് ഈ കാണുന്ന സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ എ ഹാൻഡിലൊന്നും അല്ല. നെക്സ്റ്റ് അടുത്ത എ സിമ്പിൾ എയും നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതും ഹാൻഡിലല്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അഗെയിൻ എന്ത് ചെയ്തു? അടുത്ത കാണുന്നത് ബി ആണ്. അതിനെയും സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിൾ ദാറ്റ് ഈസ് എ ഹാൻഡിൽ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം? എക്സ് ഗിവിങ് ബി നമ്മുടെ കയ്യിൽ പ്രൊഡക്ഷൻ ഉണ്ട്. സോ അത് ഉപയോഗിച്ച് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് എക്സ് ആക്കി മാറ്റി. ഇനി നെക്സ്റ്റ് സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന എ എക്സ് ആണ്. എ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എഗെയിൻ എ ഹാൻഡിൽ. അപ്പോൾ അതിനെ എഗെയിൻ എക്സ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ എ എക്സിനെ നമ്മൾ വീണ്ടും എക്സ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തു. റിഡക്ഷൻ കഴിയുമ്പോൾ വീണ്ടും സ്റ്റാക്കിൽ കാണുന്ന എന്താണ്? എ എക്സ് തന്നെയാണ്. ഇറ്റ് ഈസ് എഗെയിൻ എ ഹാൻഡിൽ. അപ്പോൾ അതിനെ വീണ്ടും എക്സ് ഗിവിങ് എ എക്സ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ എ എക്സ് മാറി പകരം അവിടെ എക്സ് വന്നു. ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡിലൊന്നും അല്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ബി നമ്മൾ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ബി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായി? ബി എന്ന് പറഞ്ഞാൽ ഹാൻഡിലാണ്. എക്സ് ഗിവിങ് ബി നമ്മുടെ കയ്യിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ബീനെ നമുക്ക് എക്സ് വെച്ച് റെഡ്യൂസ് ചെയ്യാം. സോ ഈ ബീനെ നമ്മൾ എക്സ് വെച്ച് റെഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റാക്കിൽ കാണുന്നത് എക്സ് എക്സ് ആണ്. എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ ഹാൻഡിൽ. അപ്പോൾ അതിനെ നമുക്ക് എസ് വെച്ച് റെഡ്യൂസ് ചെയ്യാം. സോ അതിനെ എസ് വെച്ച് റെഡ്യൂസ് ചെയ്തപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ ഗ്രാമർ സ്റ്റാക്കിനുള്ളിൽ ഡോളർ സിമ്പിളും സ്റ്റാർട്ട് സിമ്പിളും നമ്മളുടെ ഇൻപുട്ട് ബഫറിൽ ഡോളർ മാത്രം. നമ്മൾ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെത്തി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാക്കിൽ കാണുന്ന പ്രിഫിക്സസ് അതാണ് നമ്മളെ വയബിൾ പ്രിഫിക്സ് നമ്മൾ പറഞ്ഞത്. എ ബി എക്സ് 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 ബി എക്സ് എക്സ് ഈ പറഞ്ഞ പ്രിഫിക്സുകൾ ഇത് തന്നെയാണ് നമുക്ക് ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കുള്ള പ്രിഫിക്സുകളെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്. ഇതിനാണ് നമ്മൾ വയബിൾ പ്രിഫിക്സുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റൈറ്റ് സെൻറ്റൻഷ്യൽ ഫോമിൽ നമുക്ക് വരാൻ പറ്റുന്ന പ്രിഫിക്സുകൾ ഒന്നുകിൽ നമ്മളുടെ ഹാൻഡിലിന് ലെഫ്റ്റിലേക്കുള്ളത് അല്ലെങ്കിൽ നമ്മൾ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റാക്കിനുള്ളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന സിമ്പിൾസ്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിങ്. താങ്ക് യു.